അപ്പൊ ധന്വന്തിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാന്ദർഭികമായിട്ട് ഇതൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ, അദ്ദേഹം നിലകൊള്ളുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, ഇത് രണ്ടും അതിന്റെ രണ്ട് മുഖങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏത് ദേവനെയും വെറുതെ സ്തുതിച്ചതുകൊണ്ട് കാര്യമില്ല. ആ ദേവൻ എന്ത് തത്വശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുന്നോ അതിന്റെ ഒരംശമെങ്കിലും പകർത്താൻ സാധിച്ചില്ലെങ്കിൽ 50 കോഴ്സ് ഭഗവത്ഗീത പഠിച്ചിട്ടും 5000 ഭാഗവത സപ്താഹത്തിന് ഇരുന്നിട്ടും നമ്മൾ നന്നാവാൻ പോണില്ല. ഗുരുവായൂരപ്പൻ പറഞ്ഞതും പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഭഗവാന് സന്തോഷം ഉണ്ടാവില്ല. ഏത് ഈശ്വര രൂപത്തിനും ആഗ്രഹം അവരുടെ തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്നാണ്. അതുകൊണ്ട് മനസ്സ് തുറന്നു വയ്ക്കുക, കിട്ടാവുന്നത് മുഴുവൻ വീണ് കിടക്കുന്ന ഒരാളെ ഒരു താങ്ങ് കൊടുത്ത് എണീപ്പിക്കുക, സ്പൂൺ ഫീഡ് ചെയ്യും. ഇതൊക്കെ ശരിക്ക് ഒരു വൈദ്യൻ എങ്ങനെ ചെയ്യുമോ അതുപോലെ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരോഗ്യത്തോടെ ഇരിക്കണവന് പെട്ടെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് ഏറ്റവും കുഴപ്പത്തിൽ നിൽക്കുന്ന ആൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അറിവൊക്കെ ആവശ്യം.